എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ് ഇന്ന് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ പാർട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ക്ലാസ് ചെയ്തിരുന്നു, 5 ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഇന്ന് നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് HSA മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, അതുപോലെ റിസർച്ച് ഓഫീസർ, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ എക്സാമിൽ എഴുതുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും. അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ. അപ്പൊ അതിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷന്റെ കൂടെ തന്നെ ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. A random variable x follows Poisson distribution with the mean 1. Then probability of x greater than 0 എന്നാണ് ചോദ്യം. അപ്പോൾ പോയിസോൺ റാൻഡം വേരിയബിൾ ആണ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ പ്രോബബിലിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലെ. ഇതാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലെ 0, 1, 2, 3 എക്സെട്ര അങ്ങനെ പോകും. ലാംഡയാണ് ഇവിടുത്തെ പാരാമീറ്റർ. നമുക്കറിയാലോ, ലാംഡയാണ് പാരാമീറ്റർ എന്ന് പറയാം. മോഡും മീനും മീഡിയനും ഒക്കെ ലാംഡയാണ് അല്ലെ. അപ്പോ ഈ ഒരു റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? മീൻ ആണ് തന്നിട്ടുള്ളത്. മീൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് ഇങ്ങനെ മാറ്റി എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഇസ് ഇ റേസ് ടു മൈനസ് 1, പിന്നെ 1 റേസ് ടു എക്സ് അല്ലെ, 1 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നുവെച്ചാൽ ഇത്രയും ഉണ്ടാവുള്ളൂ. ഇ റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇത്രയും ഉണ്ടാവുള്ളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും ഒരുപാട് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ കോംപ്ലിമെന്റ് പ്രോബബിലിറ്റി ഉപയോഗിക്കാം. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് ഫ്രം 0 ആണ് തുടങ്ങുന്നത്. 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഈ PDF-നകത്ത് എക്സിന് പകരം 1 കൊടുക്കുക, അല്ല സോറി 0 കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു മൈനസ് 1 ബൈ 0 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 0 ഫാക്ടോറിയൽ 0 തന്നെ 1 തന്നെയാണ് അല്ലെ. അപ്പൊ 1 മൈനസ് ഇ റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ വരും. 1 മൈനസ് 1 ബൈ ഇ ആണ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. 1 മൈനസ് 1 ബൈ ഇ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിളിന്റെ ഒരു കണ്ടീഷൻ ആണ് നമ്മളിപ്പോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ ആണ് നമ്മളിപ്പോ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. If x follows Poisson distribution with the p of x equal to 1 equal to p of x equal to 2. p of x equal to 1 ഉം p of x equal to 2 ഉം ഈക്വൽ ആണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് x equal to 1 ഉം പ്രോബബിലിറ്റി ഓഫ് x equal to 2 ഉം ഈക്വൽ ആണെങ്കിൽ എന്താണ് പ്രോബബിലിറ്റി ഓഫ് x equal to 3 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന പോലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് x equal to x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലെ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നോക്കൂ. പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണല്ലോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ഇക്വേഷൻ. ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു 1, എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ് ഇവിടെ, ബൈ 1 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു 2 ബൈ 2 ഫാക്ടോറിയൽ. ഇതൊന്ന് ഇ റേസ് ടു മൈനസ് ലാംഡ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞോളൂ. ബാക്കി ഒന്ന് സിംപ്ലിഫൈ. ലാംഡ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ലാംഡയാണ്, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ലാംഡ ഈക്വൽ ടു ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 വരും അല്ലെ. ഇവിടെ ലാംഡ ഒന്നും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയുമ്പോൾ 1 ഇസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ബൈ ലാംഡ ബൈ 2 എന്ന് കിട്ടും അല്ലെ. സ്ക്വയർ ഇല്ല, ലാംഡ ബൈ 2 എന്ന് കിട്ടും. ഈ ലാംഡ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് 2 കൊണ്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പൊ ലാംഡ നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് വരും? ഇ റേസ് ടു മൈനസ് 2, ലാംഡയ്ക്ക് 2 ആണല്ലോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. 2 റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. നോക്കണം, ഇ റേസ് ടു മൈനസ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ 6. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ബൈ 3 എന്ന് വരും. ദാറ്റ് ഈസ് ആൻസർ വരുന്നത്. ഇ റേസ് ടു മൈനസ് 2 നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. അപ്പൊ 4 ബൈ
3e സ്ക്വയർ എന്നാണ് വരിക. 4/3e സ്ക്വയർ എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The probability that not defective fuses will be found in a box of 200 fuses. What is the probability that not defective fuses, അതായത് ഡിഫക്റ്റീവ് ഫ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു കണ്ടീഷൻ, നോട്ട് ഡിഫക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, നോട്ട് ഡിഫക്റ്റീവ് ഫ്യൂസസ്. Probability that non-defective fuses will be found in a box of 200 fuses, comma, the experience shows that 2% of such fuses are defective. ഇവിടെ പാസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത് എന്താണ്? 2% ഫ്യൂസുകൾ ഇതിൽ ഡിഫക്റ്റീവ് ആവാറുണ്ട് സാധാരണ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡിഫക്റ്റീവ് അല്ലാത്ത ഫ്യൂസുകൾ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ സാമ്പിൾ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ എണ്ണം നോക്കൂ നിങ്ങൾ. 200 ആണ് അല്ലെ. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 200 എലമെന്റ്സ് ഉണ്ട്. അത് വെരി ലാർജ് ആണ്. n ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ തന്നെ അത് ലാർജ് ആയിട്ട് നമ്മൾ പറയും അല്ലെ. ലാർജ് n ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബൈനോമിയൽ അല്ല, എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് നമുക്ക് പി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് സക്സസ്. ഇവിടുത്തെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഫ്യൂസ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ 2% ആണ്, അതായത് 2/100. അതും വളരെ ചെറുതാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്കറിയാവുന്നതാണ്. n ലാർജ് ആകുമ്പോഴും പ്രോബിലിറ്റി ഓഫ് സക്സസ് വളരെ ചെറുതാകുമ്പോഴും നമ്മൾ ബൈനോമിയലിന് പകരം എന്ത് ഉപയോഗിക്കും? പോയിസോൺ ഉപയോഗിക്കും അല്ലെ. അപ്പൊ ഇവിടെ പോയിസോൺ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ലാംഡ എന്ന് പറഞ്ഞാൽ np ആണ്. np is 200 into 2/100. ഓക്കെ, എന്ത് വരും നോക്കി? 4 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ നമുക്ക് 4 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ലാംഡ 4 ആണ്. നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നോക്കൂ? പ്രോബിലിറ്റി ഓഫ് നോ ഡിഫക്റ്റീവ് ഫ്യൂസ് അല്ലെ. ഫ്യൂസ് ഡിഫക്റ്റീവ് അല്ലാത്ത കേസാണ്. പ്രോബിലിറ്റി ഓഫ് നോ ഡിഫക്റ്റീവ് ഫ്യൂസ്, നോ ഡിഫക്റ്റീവ് എന്ന് വെച്ചാൽ x ഈക്വൽ ടു 0 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. p of x ഈക്വൽ ടു 0 എന്ത് വരും? e raised to minus lambda. ലാംഡ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. e raised to minus lambda into lambda raised to, ലാംഡ എന്ന് പറഞ്ഞാൽ again 4 ആണ്. 4 കൊടുത്താൽ മതി. 4 is to 0 divided by 0 factorial. ഓക്കെ, e raised to minus 4 എന്ന് വരും ആൻസർ അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. കാരണം n-ന്റെ സൈസ്, നമ്പർ ഓഫ് ട്രയൽസ് വളരെ കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. If x is a Poisson variate, then expectation of e raised to minus kx എന്താണെന്നാണ് ചോദ്യം. k എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്പെക്ടേഷൻ ഓഫ് e raised to x അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് e raised to tx, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? mgf എന്ന് പറയാ അല്ലെ. mx of t എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ e raised to tx ആണ്. അത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കുക. e raised to lambda into e raised to t minus 1 ആണ് മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് നോക്കി നോക്കൂ. എക്സ്പെക്ടേഷൻ ഓഫ് e raised to minus kx ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് mx of minus k ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ നോക്കും? അവിടെ e raised to tx ന്റെ സ്ഥാനത്ത് e raised to minus kx ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? e raised to lambda into e raised to tx ക്ക് പകരം e raised to minus k minus 1 അല്ലെ. ഇതായിരിക്കും ഇതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് മൈനസ് k, e raised to minus kx എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഇവിടെ എന്താ വരിക? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. e raised to lambda into e raised to minus k minus 1. ഓക്കെ, ഇത് നിങ്ങൾ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ച് വെരിഫൈ ചെയ്താലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. എക്സ്പെക്ടേഷൻ ഓഫ് e raised to minus kx നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സിഗ്മ എക്സ് ഫ്രം 0 to infinity e raised to minus kx into f of x എന്ന് എഴുതും, അല്ലെങ്കിൽ p of x എന്ന് എഴുതും. ദാറ്റ് ഈസ് സിഗ്മ എക്സ് ഫ്രം 0 to infinity e raised to minus kx into f of x ന് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ e raised to minus lambda, lambda raised to x by x factorial എന്ന് കൊടുക്കും. e raised to minus lambda നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. e raised to minus lambda, കാരണം x ആണ് ഇവിടെ വാരി ചെയ്യുന്നത് അല്ലെ. സിഗ്മ എക്സ് ഫ്രം 0 to infinity, പിന്നെ ബാലൻസ് വരുന്നത് നോക്കണം. e raised to minus kx, lambda raised to x. അപ്പൊ e raised to minus k into lambda all raised to x എന്ന് എടുക്കാം നമുക്ക്. ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ ഉണ്ടാവും. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ e raised to minus lambda into ഇവിടെ x ന് 0 കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 വരും, പ്ലസ് e raised to minus k into lambda divided by 1 factorial
plus e raised to minus k into lambda whole square by 2 factorial plus etc. അങ്ങനെ പോകും അല്ലേ. ഇതെന്താണ് എക്സ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂ ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ആണ് അല്ലെ. ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് പകരം ഇ റേസ് ടു മൈനസ് കെ ലാംഡ ആണുള്ളത്. ഇ റേസ് ടു മൈനസ് കെ ലാംഡ. ഓക്കെ, ഇങ്ങനെയാണത് എക്സ്പ്രഷൻ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ പ്ലസ് ഇ റേസ് ടു മൈനസ് കെ ലാംഡ എന്ന് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഇ റേസ് ടു ലാംഡ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് എഴുതാം? ഇ റേസ് ടു മൈനസ് കെ മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, അത് തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി നോക്കണം എന്നില്ല. നമുക്ക് ഈ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് രണ്ടും കൂടെ അങ്ങോട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നോക്കുക, നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എക്സ് ഫോളോസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് വാരിയൻസ് 3 then the value of p of x equal to 3 എന്താണെന്നാണ് ചോദ്യം. വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ വാരിയൻസ് ലാംഡ തന്നെയാണ് അല്ലെ. വാരിയൻസും മീനും ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വാരിയൻസ് എന്ന് പറഞ്ഞാൽ അത് 3 തന്നെയാണ്, ലാംഡ തന്നെയാണ്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതുന്ന ഈ ഒരു എക്സ്പ്രഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് നമുക്ക് ലാംഡയുടെ വാല്യൂ കൊടുത്തിട്ട് എങ്ങനെ എഴുതാം? ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു 3 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലെ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ വരും ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു 3 റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. നോക്കണം, ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു 27 ബൈ 6 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 3 ബൈ 3 ഇൻറ്റു 9 ബൈ 2 എന്ന് വരും അല്ലെ. 9 ബൈ 2 27 ബൈ 6 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 9 ബൈ 2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ആൻസർ ഇതാണ് വരുന്നത്. 9 ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു 9 ബൈ 2 ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും 5 ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ 5 എണ്ണം കഴിഞ്ഞു, പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ 5 ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയും ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷൻസിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.